സംസ്ഥാനത്ത് ചൂട് കൂടുക. അൾട്രാ വയലറ്റ് രശ്മികളെ സൂക്ഷിക്കണമെന്ന് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഈ മുന്നറിയിപ്പ് തന്നിരിക്കുന്നത്. കൂടുതൽ അൾട്രാ വയലറ്റ് രശ്മികൾ പതിക്കുന്ന സ്ഥലങ്ങളിൽ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പും വന്നു. ചില പ്രേക്ഷകരൊക്കെ അവരുടെ സ്ഥലത്തൊക്കെ മഴ പെയ്യുന്നുവെന്ന വാർത്ത കൂടി അറിയിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് നിൽക്കുന്ന സമയത്ത് ഒരു ഇത്തിരി മഴ, ഒരു ചന്നം ഭിന്നം പെയ്യുന്ന മഴയുണ്ടായാൽ അതൊരു സുഖമായിരിക്കും. മേഘന മുരളി ഈ മഴയുടെ മുന്നറിയിപ്പുകളെ കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്ത് മേഘന, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് മഴയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുഡ് മോർണിംഗ് എസ് കെ. തിരുവനന്തപുരത്ത് മഴ പെയ്തു തുടങ്ങിയിട്ടില്ല. പക്ഷേ സംസ്ഥാനത്തുടനീളം മഴ പെയ്യും. വേനൽ ചൂടിന് ആശ്വാസമായി മഴ പെയ്യുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ കടുത്ത ചൂടാണ്. അത് അൾട്രാവയലറ്റ് രശ്മികളെ അടക്കം സൂക്ഷിക്കണം. അതുപോലെ തന്നെ രാവിലെ 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങുന്നവർ സ്വയം കരുതലെടുക്കണമെന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു മുന്നറിയിപ്പായി നേരത്തെ വന്നിരുന്നത്. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ചധികം ആളുകൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിൽ ശ്രദ്ധ പുലർത്തണമെന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് വേനൽ മഴ എത്തുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ലഭിക്കുന്നത്. ഇന്ന് ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലാണ് മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പുള്ളത്. സംസ്ഥാനത്തുടനീളം ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യും. അതുപോലെ തന്നെ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും വേനൽ ചൂടിന് ഒരാശ്വാസമാകുമെന്നുള്ളതാണ് കരുതുന്നത്. സംസ്ഥാനത്തുടനീളം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലയിൽ കുറച്ച് കൂടുതൽ മഴ ലഭിച്ചേക്കാമെന്നുള്ളതാണ് അറിയുന്നത്. ഓക്കെ, താങ്ക് യു മേഘന മുരളി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.